കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന യാത്ര തിരുവനന്തപുരത്ത് എത്തി നിൽക്കുകയാണ്. അതുവരെ തന്നെ നമുക്ക് 10 എപ്പിസോഡുകൾ ആയിരിക്കുകയാണ്. ഇപ്പോൾ അറിയാമല്ലോ, ആൾക്കാർക്ക് സമയക്കുറവല്ലേ. ഈ 10 എപ്പിസോഡിൻ്റെ ചെറിയ ചെറിയ രൂപങ്ങളായിട്ടുള്ള എല്ലാം കൂടെ ചേർത്തുള്ള ഒരു 3 എപ്പിസോഡുകളാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് എത്തുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രമാണ്. പത്മനാഭൻ്റെ മണ്ണ് എന്നാണ് തിരുവനന്തപുരത്തെ വിശേഷിപ്പിക്കുന്നത്. തിരുവനന്തപുരം എന്ന പേര് വന്നത് തന്നെ തിരു അനന്തപുരം എന്നാണ്. തിരു എന്ന് പറയുന്നത് വളരെ റെസ്പെക്റ്റോടുകൂടി പറയുന്നതും, അനന്ത എന്ന് പറയുന്ന ഈ നാഗത്തിൻ്റെ പേരിനെ ബേസ് ചെയ്തിട്ടുള്ളതും, പുരം എന്ന് പറയുന്ന ഒരു നഗരം എന്നുള്ളതാണ്. തിരുവനന്തപുരം എന്ന് പറയുന്നത് തന്നെ ഈ അമ്പലത്തെ ബേസ് ചെയ്തിട്ടാണ്, പത്മനാഭ ക്ഷേത്രത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ചരിത്രം പറയുന്നത് 5000 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത്. എന്നിരുന്നാലും 1750 മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഇതിനെ പുതുക്കി പണിത് ഈ കാണുന്ന രൂപത്തിലേക്ക് മാറ്റിയതെന്നാണ്. അതുകൂടാതെ തൃപ്പടിദാനം എന്ന ഒരു ചടങ്ങ് നടത്തുകയും ചെയ്തിരുന്നു. തൃപ്പടിദാനം എന്ന് പറയുന്നത് രാജ്യം പത്മനാഭന് സമർപ്പിക്കുകയും അതിനുശേഷം വന്ന എല്ലാ രാജാക്കന്മാരും പത്മനാഭ ദാസന്മാരായിട്ടാണ് ഇവിടെ ഭരണം നടത്തിയിരുന്നതും എന്നാണ് ചരിത്രം പറയുന്നത്. ഇതൊരു ഹൈ സെക്യൂരിറ്റി ഏരിയയാണ്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊബൈൽ ഫോണൊന്നും അകത്തേക്ക് വിടത്തില്ല, ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും വിടത്തില്ല. നമ്മൾ ഷർട്ടെല്ലാം ഊരി വെച്ചിട്ടാണ് പോകേണ്ടത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പോവുകയല്ലേ, അപ്പോൾ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാതെ ഇനി ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്നത് ചാല കമ്പോളത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ചാല കമ്പോളം എന്ന് പറയുന്നത് വളരെ പ്രശസ്തമാണ്. അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ അടുത്തതായി കാണാം. നമ്മൾ ചാല കമ്പോളത്തിൽ എത്തിയിരിക്കുകയാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് രാജ കേശവദാസ് ദിവാൻജിയുടെ നേതൃത്വത്തിലാണ് ഈ ചാലയുടെ തുടക്കം. നമുക്ക് പല പല സെക്ഷനുകളായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. ഇതിനകത്ത് മൊത്തം പച്ചക്കറിയുടെ സെക്ഷനാണ്. നമുക്ക് ഏതായാലും അതിനകത്തോട്ട് പോയി നോക്കാം. തിരുവനന്തപുരത്തുകാരുടെ ഒരു വിശ്വാസം, എങ്ങും കിട്ടിയില്ലെങ്കിലും ഇവിടെ വന്നാൽ സാധനം കിട്ടുമെന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട്. ഏതായാലും നമുക്ക് നോക്കിയിട്ട് വരാം. ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണെന്ന് പറയാം. കാരണം പല സ്ഥലങ്ങളിൽ നിന്നും ബൾക്കായിട്ട് സാധനങ്ങൾ ഇവിടെ വരെയും ഇവിടെ നിന്നാണ് ബാക്കി ഡിസ്ട്രിക്റ്റുകളിലേക്കെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് ഹോൾസെയിൽ നടക്കുന്ന ഇവിടെ നിന്നാണ്, ഇവിടത്തേക്കാണ് വരുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നായാലും പഞ്ചാബിൽ നിന്നായിരുന്നാലും എല്ലാം ബൾക്കായിട്ട് സാധനങ്ങൾ വരുന്നത് ഈ ചാല മാർക്കറ്റിലാണ്. ഇവിടെ നിന്നിട്ടാണ് കൊല്ലം പോലെയുള്ള മറ്റ് ഡിസ്ട്രിക്റ്റുകളിലേക്ക് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ വില കുറച്ചും എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടാൻ കഴിയും. ഇതിപ്പോൾ പച്ചക്കറിയുടെ ഏരിയ മാത്രമാണ്. ഇതുപോലെയുള്ള പല പല ഏരിയാസ് ഉണ്ട്. നമുക്ക് അങ്ങോട്ടെല്ലാം പോയിട്ട് വരാം. ചാലയിൽ എല്ലാ തരവും കച്ചവടവും നടക്കുന്നു എന്ന് പറഞ്ഞല്ലോ. നമ്മളിപ്പോൾ ഈ ഏരിയ മൊത്തം കണ്ടത് വെജിറ്റബിൾസാണ്. അത് അങ്ങറ്റം വരെ ഉണ്ട്. അതുകൂടാതെ ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് ഉണ്ട്. ഫിഷ് നമുക്ക് അത് ഏതായാലും അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോവാം. ഫിഷ് മാർക്കറ്റ്
ചാലയ്ക്കകത്ത് വരുമ്പോൾ ഒരു 4 ജംഗ്ഷനുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് 4 റോഡുകൾ ചേരുന്ന ഒരു ജംഗ്ഷനുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ മുമ്പ് വന്നു കഴിഞ്ഞാൽ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുമ്പ് സംബന്ധമായ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പൂവ് എല്ലാം കിട്ടും. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പച്ചക്കറികൾ, മീറ്റ്, ഫിഷ് എല്ലാം ഇങ്ങോട്ട് കിട്ടും. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാത്രങ്ങളുടെ കടയാണ്. അങ്ങനെ ഒരു 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഒരു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 സൈഡിലേക്ക് പോകാൻ കഴിയും. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ മേടിക്കണം എന്നാഗ്രഹിക്കുന്നവർ ഡെഫിനറ്റായിട്ട് ഇവിടെ വന്നിട്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത്. ഇരുമ്പാണോ വേണ്ടത്, പച്ചക്കറിയാണോ വേണ്ടത്, ഫ്ലവേഴ്സാണോ വേണ്ടത്, പാത്രങ്ങളാണോ വേണ്ടത്. ചാല മാർക്കറ്റിൽ വന്നത് ഒരു അനുഭവം തന്നെയായിരുന്നു. പക്ഷേ 1-2 കാര്യങ്ങൾ നമ്മളിനി വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ കാറിലൊന്നും ഇവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം കാറൊന്നും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് വരാൻ പറ്റത്തില്ല. കാർ എവിടെയെങ്കിലും വെളിയിൽ എവിടെയെങ്കിലും നിർത്തിയിട്ട് നടന്നു വരിക എന്നുള്ളതാണ് ഇവിടുത്തെ ചാല മാർക്കറ്റിലേക്ക് വരേണ്ട ഒരു ടിപ്പെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ആഹാരം കഴിക്കാനായിട്ട് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെയാണ് കേത്തൽ ചിക്കൻ എന്ന് പറയുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചിക്കൻ ഷോപ്പുണ്ട്. പിന്നെ മുബാറക്കിൻ്റെ ഫിഷ് ഷോപ്പുണ്ട്. പിന്നെ ആസാദ് ഹോട്ടൽ തുടങ്ങിയതെല്ലാം അതിൻ്റെ ഉത്ഭവ സ്ഥാനം തന്നെ ഇവിടെ തന്നെയാണ്. ട്രിവാൻഡ്രത്ത് പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ ആസാദ് ഹോട്ടൽ എന്ന് പറയുന്നത്. പക്ഷേ അതെല്ലാം തുടങ്ങിയതും ഈ സ്ഥലത്ത് നിന്ന് തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സാധനങ്ങൾ വളരെ ചീപ്പായിട്ട് കിട്ടും. നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും കിട്ടും. മാത്രവുമല്ല നമുക്ക് കുറച്ച് ഐഡിയാസും കിട്ടും. വീടൊക്കെ നമുക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം, അതിന് വീട്ടിലൊക്കെ എന്തെല്ലാം വെക്കാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയാസും കിട്ടും. ഇവിടെ വന്ന് ഒരു ദിവസം എടുക്കും എല്ലാം ഒന്ന് കണ്ടുവരെയും കുറച്ച് പൂവൊക്കെ വാങ്ങി നല്ലൊരു ആഹാരവും കഴിച്ച് നമുക്ക് പോകാൻ പറ്റും. ഇവിടെ വന്നപ്പോൾ നമുക്ക് നൊസ്റ്റാൾജിയ തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പണ്ട് നമ്മൾ തവി ഉപയോഗിച്ചിരുന്നതെല്ലാം ഇതാണ്, തേങ്ങയുടെ ചിരട്ട വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് പഴയ സാധനം മുതൽ പുതിയ സാധനങ്ങൾ വരെ കാണണമെങ്കിൽ നമ്മൾ ചാല മാർക്കറ്റിലാണ് വരേണ്ടത്. ഏതായാലും ഈ ചാല കഴിഞ്ഞ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് തന്നെ മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ചാല മാർക്കറ്റിൽ നിന്നും ഏകദേശം ഒരു 4 കിലോമീറ്റർ നമ്മൾ തീരദേശത്തോട് അടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭീമാപള്ളിയിൽ എത്താൻ കഴിയും. ഈ ഭീമാപള്ളി എന്ന് പറയുന്നത് വളരെ പുരാതനമായ ഒരു മുസ്ലിം ആരാധനാ കേന്ദ്രമാണ്. ഇവിടെ നാനാ മതസ്ഥരും വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ഒരു ഹീലിംഗ് പവറുണ്ടെന്നും 2 കിണറുകളുണ്ടെന്നും പറയപ്പെടുന്നു. 2 കിണറുകളുണ്ട്. നമുക്ക് അകത്തോട്ട് പോയി നോക്കാവുന്നതാണ്. ഒരു കിണറിലെ വെള്ളം തണുത്ത വെള്ളവും ഒരു കിണറിലെ വെള്ളം ചൂടുവെള്ളവും എന്നാണ് പറയുന്നത്. ഈ പള്ളിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ നബി പരമ്പരയിൽപ്പെട്ട സൈറുനിസ ഭീമ ബീവിയും അവരുടെ മകനും ഈ സ്ഥലത്ത് വരികയും ഈ സ്ഥലത്തുള്ള ആൾക്കാരുമായിട്ട് സമ്പർക്കം പുലർത്തുകയും അവരുടെ രോഗശാന്തിയിൽ ഒരു ഭാഗമാക്കാവുകയും മാത്രമല്ല മതപഠന ക്ലാസ്സുകൾ നടത്തുകയും ചെയ്ത് അവർ ഈ ഏരിയയിൽ മൊത്തം പോപ്പുലറാവുകയും അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ബീവിയുടെ മകൻ മരിക്കുകയും അതിനുശേഷം ബീവിയും മരണപ്പെടുകയും അവരുടെ ഖബറുകളാണ് ഇവിടെ ഇതിനകത്ത് ഉള്ളത്. ചരിത്ര പ്രാധാന്യമുള്ള ഭീമാപള്ളിയിൽ നിന്നും ഞങ്ങൾ ട്രിവാൻഡ്രത്തിൻ്റെ മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. മാത്രമല്ല ഭീമാപള്ളിയുടെ ഇതിൻ്റെ മറുവശമുണ്ട്. ആ വശത്ത് റോഡുകളെല്ലാം ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. ഇൻ്റർനാഷണൽ ഗുഡ്സൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ്. പണ്ടേ പോപ്പുലറാണ്. ഇങ്ങനെയുള്ള പണ്ട് കാസറ്റും വീഡിയോയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്തെല്ലാം ആൾക്കാർ അത് വാങ്ങാൻ വന്നിരുന്ന സ്ഥലം കൂടിയാണ് ഭീമാപള്ളി. അതുകൊണ്ട് ഏതായാലും ട്രിവാൻഡ്രം വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് ഭീമാപള്ളി. ഞങ്ങൾ മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഭീമാപള്ളിക്ക് അടുത്താണ് വലിയതുറ. നമ്മൾ ഈ പുറകിൽ കാണുന്ന ഈ പാലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മുമ്പ്
ഇതൊരു ചെറിയ പോർട്ടായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. ഷിപ്പെല്ലാം അവിടെ വന്ന് കിടക്കുകയും ഇവിടെ നിന്ന് ചെറിയ വലിയ വള്ളങ്ങൾ പോയി ഷിപ്പിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരികയും ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. മാത്രവുമല്ല ഒരുപാട് സിനിമകളുടെ സ്റ്റണ്ട് സീനൊക്കെ നടന്നിട്ടുള്ള ഒരു ബ്രിഡ്ജ് കൂടിയാണിത്. പക്ഷേ ഇപ്പോൾ ഒരു കടലിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിവിടെ തകർന്നിരിക്കുക, ഇവിടെ എല്ലാം തകർന്നു പോയി. അപ്പോൾ ഇനി അതൊന്നുകൂടെ റീബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുമ്പ് ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയിരിക്കുകയും ചൂണ്ടയിടുകയൊക്കെ ചെയ്യുമായിരുന്നു. മീൻ പിടിക്കാനുള്ള സൗകര്യം, അങ്ങോട്ട് പോയി പിടിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ഇവിടെ വരുമ്പോഴത്തേക്ക്, ഈ ഏരിയയിൽ വരുമ്പോൾ ഈ വലിയ തുറയിൽ ഈ ഒരു പാലവും വളരെ പോപ്പുലറാണ്. ഞങ്ങൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഈ ഇവിടുത്തെ ഹൈവേ വഴി വന്നപ്പോൾ ഈഞ്ചക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്ന് ആഹാരം കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഈ ആര്യ ഭവൻ എന്ന് പറയുന്ന ഒരു നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആര്യ ഭവനിൽ ഞങ്ങൾ 4 പേരുണ്ട്. നമ്മൾ എല്ലാം ക്യാമറ എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളൊരു 4 താലി മീൽ ഓർഡർ ചെയ്തിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും ഇവിടുത്തെ വെജിറ്റേറിയൻ ഫുഡല്ലേ, നമുക്കൊന്ന് പരീക്ഷിച്ച് കളയാം. സാധാരണ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് പലരും വെജിറ്റേറിയൻ മീൽസാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം അറിഞ്ഞുകൂടാത്ത മീറ്റൊക്കെ കഴിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ടോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് പലപ്പോഴും പുറത്ത് പോവുകയാണെങ്കിൽ വെജിറ്റേറിയൻ മീൽ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും നമ്മളൊരു താലി മീൽ കഴിക്കാനുള്ള ശ്രമത്തിലാണ്. ഏതായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. താലി, ഇത് പരിപ്പ്, സാമ്പാർ, തൈര്. ഇത് കഴിയുമ്പോഴായിരിക്കും ചോറ് കൊണ്ടുവരാനുള്ളത്. ഇത് കൂട്ടുകറിയും കൂട്ടി കഴിക്കണം. കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ചോറ് കൊണ്ടുവരും. നമുക്ക് സംഭാവ് അരിയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ 2 സൈസ് അരി ഉണ്ടെന്ന് അവർ പറഞ്ഞ്, വൈറ്റ് റൈസും ഉണ്ട്, സംഭാവ് റൈസും ഉണ്ട്. അപ്പോൾ ഞാൻ സംഭാവ് റൈസാണ് പറഞ്ഞത്. അതിനോടൊപ്പം നമുക്ക് പരിപ്പും പപ്പടവും വടയും കൂടെ ചേർത്ത് കഴിക്കാം തുടക്കത്തിൽ. ഇതെല്ലാം പിന്നെ കഴിച്ച് തീർന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാം. ഗംഭീര ഊണായിരുന്നു. ഇപ്പോൾ ഫൈനലി ഇതിൻ്റെ കുറച്ച് രസവും ചേർത്തൊന്ന് ഫിനിഷ് ചെയ്താൽ പിന്നെ നമുക്ക് കഴിക്കാനുള്ളത് പാൽപ്പായസമാണ്. നല്ല പാൽപ്പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ രസം കഴിച്ചിട്ട് ഒരു പാൽപ്പായസം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഊണ് ഗംഭീരമായി. ഇത് ഓരോ തൊടുകറികളും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഇതെല്ലാം എന്ത് തൊടുകറികളൊക്കെ ഉണ്ടാക്കി എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. എല്ലാം തീർത്ത് വെച്ചിരിക്കുകയാണല്ലേ. ശരിക്കും ഈ തൈര് തന്നെ, അവർ ഫ്രഷ് തൈര് ഉണ്ടാക്കി വെച്ചിരുന്നത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇതും കഴിച്ച് പായസവും കുടിച്ചിട്ട് ഞങ്ങൾ ഒരു അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഏതായാലും ഇവിടെ വരുമ്പോൾ ഒരു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണമെങ്കിൽ ഈ ആര്യഭവൻ നല്ല ഒരു ചോയ്സാണ്. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് തൊട്ട് അടുത്താണ് ശംഖുമുഖം ബീച്ച്. തിരുവനന്തപുരത്ത് 2 പ്രധാന ബീച്ചുകളാണുള്ളത്. ഒന്ന് കോവളം ബീച്ചും, അത് ഇൻ്റർനാഷണലി വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ബീച്ചാണ്. പിന്നെ നമുക്കുള്ളത് ഈ ശംഖുമുഖം ബീച്ചാണ്. ഈ കാണുന്ന പ്രതിമ ഒരു ആർട്ടിസ്റ്റുണ്ട്, കാനായി കുഞ്ഞിരാമൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു രൂപകൽപ്പനയാണ്. കേരളത്തിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള വലിയ സ്റ്റാച്യുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഇപ്പോൾ ഈ ശംഖുമുഖം കടൽ തീരം ശരിക്കും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള ഗവൺമെൻറ്റും കേരള ടൂറിസം ബോർഡും മുനിസിപ്പാലിറ്റിയും എല്ലാം ചേർന്ന് ഇവിടെ വളരെ വിശാലമായ ഡെവലപ്മെൻറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരത്തുകാരുടെ വീക്കെൻഡിൽ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരിടമായി ഇപ്പോൾ ഇത് മാറിയിരിക്കുകയാണ് ശംഖുമുഖം ബീച്ച്. ഒരുപക്ഷെ നിങ്ങളും വരുമ്പോൾ
ഇവിടെ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഈ ഏരിയ മൊത്തം ഒരുക്കിയിട്ടുമുണ്ട്. ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് വളരെ അടുത്താണ്. ഇവിടെ വരുന്ന കുട്ടികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒറിജിനൽ ഹെലികോപ്റ്ററാണ് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. മുമ്പ് ഉപയോഗിച്ചിരുന്ന ഹെലികോപ്റ്ററാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പല പല ഐറ്റംസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ടെന്ന് പറഞ്ഞാൽ ഫുഡ് കോർട്ടുകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഈവനിങ്ങിൽ നമുക്ക് എത്ര വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പണ്ട് രാജാക്കന്മാരുടെ കാലം മുതലേ ഈ ശംഖുമുഖം ബീച്ച് വളരെ പോപ്പുലറായിരുന്നു. അവരുടെ ഒരു അവധിക്കാലം സ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ല ചൂടുള്ള സമയത്തൊക്കെ ഇവിടെ വന്നിരുന്ന് അവരെല്ലാം എൻജോയ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഈ പുറകിൽ കാണുന്നത് കൽമണ്ഡപം, അതിൻ്റെ ബാക്കിൽ കാണുന്ന കെട്ടിടവും. ഒരു സമയത്ത് ഒട്ടുമിക്ക സിനിമകളിലും അതിൻ്റെ പാട്ട് സീനുകളിൽ ഈ കൽമണ്ഡപം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇപ്പോഴും ഈ ശംഖുമുഖം എന്ന് പറയുന്നത് സിനിമാക്കാരുടെ ഒരു പർദീസ തന്നെയാണ്. അവരുടെ പല സീനുകളിലും ഈ ഇവിടുത്തെ ഷോട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതിപ്പോൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണെങ്കിൽ ഒരു 6 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നാൽ നമുക്കിവിടെ എത്താൻ കഴിയും. എയർപോർട്ടിന് തൊട്ടടുത്താണ്. ശംഖുമുഖം ബീച്ചിൽ നിന്ന് തൊട്ടടുത്താണ് വേളി ടൂറിസ്റ്റ് വില്ലേജ് എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ ശരിക്കും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ബോട്ടിങ്ങിനെല്ലാം സൗകര്യമുണ്ട്. അതുമാത്രമല്ല അവിടെ നിന്നും സീ സൈഡ് പോകാനായിട്ട് വളരെ സൗകര്യമാണ്. പൊഴി ഉള്ള സ്ഥലമാണ്. ഏതായാലും ഇവിടെ നിന്ന് നമുക്ക് ആ ടൂറിസ്റ്റ് വില്ലേജിൽ പോകണം. അത് പോകുന്നതിന് തൊട്ട് മുമ്പാണ് വെട്ടുകാട് പള്ളി അഥവാ മാദ്രേ ദേവൂസ് എന്ന ക്രൈസ്തവ ദേവാലയവും സ്ഥിതി ചെയ്യുന്നത്. ഏതായാലും നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് വെട്ടുകാട് പള്ളിയിലേക്കും ആ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുമാണ് പോകുന്നത്. ശംഖുമുഖത്ത് നിന്ന് വേളിയിലേക്ക് പോകുമ്പോൾ 1 കിലോമീറ്റർ ഈ വെളിയിലേക്കുള്ള വഴിയിൽ വരുമ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു ക്രൈസ്തവ ദേവാലയമുണ്ട്, വെട്ടുകാട് പള്ളി. ഏകദേശം 10 വർഷമെടുത്ത് ഇത് പുതുക്കി പണിയാനായിട്ട്. നവംബർ 2009 ഇതിൻ്റെ പണി ആരംഭിച്ചത്. 2018 ജാനുവരി 31 ഇതിൻ്റെ ബ്ലസ്സിങ് വീണ്ടും ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷം എടുത്തിട്ട് വളരെ നല്ല കൊത്തുപണികളാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. തടി കൊണ്ടുള്ള ഒരുപാട് കൊത്തുപണികൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ദേവാലയത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാനായിട്ട് നമുക്ക് ഇവിടുത്തെ ഇതിൻ്റെ മീഡിയ കൺവീനർ മിസ്റ്റർ ഡാരൻസ് എത്തിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. ഇത് പുതുക്കി പണിതതിന് ശേഷവും പണിതതിന് മുമ്പും എന്താണ് ഒരു ചെറിയ വ്യത്യാസം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? ഈ ദേവാലയത്തിന് യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 15ാം സെഞ്ചുറിയിലാണ് ഇവിടെ ഒരു യഥാർത്ഥത്തിലൊരു കത്തോലിക്ക ദേവാലയം വരുന്നതും. ഇതിന് മുൻപുണ്ടായിരുന്ന പഴയ പള്ളി 1950കളിൽ പണികഴിപ്പിക്കപ്പെട്ടതുമാണ്. അത് പോർച്ചുഗീസുകാർ ചെയ്തതാണോ? അവരുടെ പോർച്ചുഗീസുകാരുടെ കാലത്തല്ല, അതിനുശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ. അതിന് മുമ്പ് ഇവിടെ ദേവാലയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും നമ്മുടെ പഴയ പള്ളി യഥാർത്ഥത്തിൽ 1950കളുടെ ആ ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ സ്ഥാപിതമാകുന്നത്. ഇനി ഇടവകയിലെ ജനസംഖ്യ കൂടിയത് കാരണവും പള്ളിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയിലുമാണ് ഒരു പുതിയ പള്ളിയെക്കുറിച്ചുള്ളൊരു ആശയം തന്നെ വരുന്നത്. അപ്പോൾ ഉണ്ടായിരുന്നത് മനോഹരമായി നമ്മുടെ ക്രിസ്തുരാജനെ പ്രകീർത്തിക്കുന്ന രീതിയിലുള്ള ഒരു ദേവാലയം തന്നെ വേണം എന്നൊരു ആശയം വരികയും അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ മനോഹരമായ ദേവാലയം
ഇത് തുടങ്ങുന്നത്, നിർമ്മാണം തുടങ്ങുന്നത്. ഓ ശരി. ഇതിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതായത് ഈ പള്ളിയുടെ ബിൽഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഈ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ബൈബിളിൻ്റെ ഒരു ചരിത്രം ഒരു സംക്ഷിപ്ത രൂപമായെങ്കിലും ആളുകൾക്ക് മനസ്സിലാകണം. ആരും പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ പോലും ബൈബിളിലുള്ള ഏകദേശം കഥകളെല്ലാം നമുക്കറിയാം. പല സ്ഥലങ്ങളിലായി കൊത്തിവെച്ചിരിക്കുന്ന പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും ഗ്ലാസ് വർക്കുകളും വുഡ് വർക്കുകളും എല്ലാം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചുവരുകളിലെല്ലാം കാണുന്നത് പള്ളിക്കകത്ത് വരുന്ന ഒരാൾക്ക് ഏകദേശം ബൈബിളിനെ കുറിച്ചൊരു ഇത് കിട്ടുക. നമുക്കിപ്പോൾ ഒരു ചെറിയ ഒരു പ്രദർശനം വെക്കണമെങ്കിൽ നമ്മൾ ഏത് സൈഡിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും? ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് തുടങ്ങാനുള്ള അങ്ങനെയല്ല, ഓരോന്നിനെ കുറിച്ചിട്ടും. ഇത് നമുക്ക് കുരിശിന്റെ വഴിയുണ്ട്, യേശുവിന്റെ ചരിത്രമുണ്ട്, പഴയ നിയമമുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്തും തുടങ്ങി അവസാനിക്കുന്ന ഇവിടെ പ്രധാനമായിട്ടും എല്ലാ വെള്ളിയാഴ്ചകളിലാണ് ധാരാളം ആൾക്കാർ വരുന്നത് അല്ലേ? ആചാരങ്ങൾ. അതെ, എല്ലാ വെള്ളിയാഴ്ചകളുമാണ് നമ്മുടെ ക്രിസ്തുരാജ സന്നിധിയിലേക്ക് ഒരുപാട് ഭക്തജനങ്ങൾ, അത് ജാതി മത ഭേദമന്യേ ആൾക്കാർ വരുന്നത്. എല്ലാ ആഴ്ചയും വരുന്നുണ്ടോ എങ്കിലും വെള്ളിയാഴ്ച നമുക്ക് പ്രത്യേകതയായിട്ട് ധാരാളം ആൾക്കാർ ആചരിക്കുന്നത്. പ്രത്യേകിച്ച് എല്ലാ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചകൾ ഇവിടെ ഒരു ജനസാഗരം തന്നെയാണ്. വിശേഷമായ ദിവസം നമ്മുടെ പാദപൂജ, പല ഭാഷകളിലുള്ള കുർബാന, ദിവ്യബലി, ഇതെല്ലാം ആചരിക്കുന്നത് മാസാദി വെള്ളിയാഴ്ചയും ബാക്കിയുള്ള മറ്റ് വെള്ളിയാഴ്ചകളുമാണ്. പിന്നെ ഇതിനൊരു കലണ്ടർ ഉണ്ടെന്ന് പറയുന്നത്, എല്ലാ വർഷവും ആ കലണ്ടർ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് അല്ലേ? അതെ, ഇത് നമ്മുടെ സഭയുടെ ചരിത്രം, അല്ലെങ്കിൽ നമ്മുടെ കാനോനിക ചരിത്രം അനുസരിച്ച് ക്രിസ്തുരാജൻ്റെ, ക്രൈസ്റ്റ് ദ കിങ്ങിൻ്റെ ഫീസ്റ്റാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. അത് 10 ദിവസമുള്ള തിരുനാൾ. ദേവാലയം മാതാവിൻ്റെ നാമധേയത്തിലാണ് എങ്കിലും നമ്മൾ പ്രധാനമായും ആചരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത് ക്രൈസ്റ്റ് ദ കിങ്, രാജാവ് എന്ന് പറയുന്ന തിരുനാളാണ്. നമ്മൾ നവംബർ മാസത്തിന്റെ അവസാന ആഴ്ച എല്ലാ വർഷവും നവംബർ മാസത്തിന്റെ അവസാന ആഴ്ചയാണ് ആഘോഷിക്കുന്നത്. അത് വളരെ വിപുലമായിട്ടാണ് കേട്ടിട്ടുണ്ടല്ലോ. വളരെ വിപുലമായിട്ടാണ്. എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ ഇത്രയും ആഘോഷകരമായി നടത്തുന്ന ഒരു തിരുനാൾ ചിലപ്പോൾ വെട്ടുകാട് കഴിഞ്ഞ് മറ്റുള്ളവർക്ക് സ്ഥാനമുള്ളൂ എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പോൾ ഏതായാലും ഇത്രയും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു വിവരണം തന്നതിന് വളരെ സന്തോഷം. ഓക്കെ, നിങ്ങളുടെ സാന്നിധ്യവും ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കാണുന്നു. കാരണം ഇത് ലോകത്തിൽ എല്ലാവരും അറിയാനുള്ള ഏറ്റവും എളുപ്പമൊരു മാർഗ്ഗമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങളും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. കാണാം. ശംഖുമുഖത്ത് നിന്നും ഒരു 3 കിലോമീറ്റർ വന്നപ്പോൾ നമ്മൾ വേളി ടൂറിസ്റ്റ് വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. പുതുതായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് ഈ ട്രെയിൻ എന്ന് പറഞ്ഞത്. ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഈ ഏരിയ മൊത്തം കറക്കി തിരിച്ചു കൊണ്ടുവരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ്ങിനുള്ള സൗകര്യം കൂടെ ഇവിടെ ഈ വേളി ടൂറിസ്റ്റ് വില്ലേജിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാന അട്രാക്ഷൻ ബോട്ടിംഗ് ആണെങ്കിൽ തന്നെയും മറ്റ് പല ആക്ടിവിറ്റീസും ഇവിടെ അരങ്ങേറുന്നുണ്ട്. വിശേഷിച്ച് വാട്ടർ സ്പോർട്സ് ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ട്രെയിനിൻ്റെ സർവീസുണ്ട്. പിന്നെ കുട്ടികൾക്കും വന്നു കഴിഞ്ഞാൽ കളിക്കാനുള്ള ഏരിയ പല സ്ഥലങ്ങളിലും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ നടക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതുവഴി നടന്ന് അങ്ങ് കടൽ വരെ പോകാൻ പറ്റും. ഈ സൈഡിലൂടെ നടന്നു പോകാൻ പറ്റും. ഇവിടെ ഫുഡ് കഴിക്കാനാണെങ്കിൽ KTDCയുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ വിശാലമായ ഒരു ഉദ്യാനമാണ്. നല്ല മണി സ്പെൻഡ് ചെയ്തിട്ട് ഈ ഏരിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റാനുള്ള ശ്രമമാണ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് അതോറിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. 2 കാര്യങ്ങൾ ഇവിടെ ഒരുമിച്ച് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ നദിയിലൂടെയുള്ള, കായലിലൂടെയുള്ള ഒരു ബോട്ട് റൈഡും കടൽ തീരവും ഇത്തരം നല്ല ഉദ്യാനങ്ങളും ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലം കൂടിയാണ് ഈ ഏരിയ. നമുക്ക് കാണാൻ പറ്റും കടലും കായലും എല്ലാം ചേരുന്ന സ്ഥലം ഇവിടെയുണ്ട്. ഇതിലേക്ക് പോയി കഴിഞ്ഞത് മാത്രമല്ല, ഈ ബാക്കിൽ കാണുന്നത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റാണ്.
അതിനകത്ത് കയറി നമുക്ക് കോഫിയെല്ലാം കുടിച്ചിട്ട് വിശാലമായ ഈ പൂന്തോട്ടത്തിലൂടെയൊക്കെ നമുക്ക് ആസ്വദിച്ച് നടന്ന് ട്രെയിനിലൊക്കെ കയറി വേണമെങ്കിൽ ഒരു ബോട്ട് റൈഡ് ചെയ്തു, വാട്ടർ സ്പോർട്സ് ഇഷ്ടമുള്ളവർക്ക് അതും ചെയ്ത്, മാത്രമല്ല ഇവിടെ കുതിര സവാരിയും കൂടെ ഉണ്ട്. അങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരു ഹോൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലം കൂടിയാണ് ഈ വേളി. വേളി ടൂറിസ്റ്റ് വില്ലേജ് തിരുവനന്തപുരം സന്ദർശിക്കുമ്പോൾ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. കാരണം ഇപ്പോൾ കുടുംബമായിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏത് സമയത്ത് വന്നാലും നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഈ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന എപ്പിസോഡിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷവുമായി കാണും വരെ നന്ദി, നമസ്കാരം.